റൈറ്റേഴ്സ് ഫോറം ആലപ്പുഴയുടെ 27ാമത് വാർഷികവും പുസ്തക പ്രകാശനവും നടന്നു. ആലപ്പുഴ റൈറ്റേഴ്സ് ഫോറത്തിന്റെ സാഹിത്യസഭയിലേക്ക് 27 വയസ്സ് പൂർത്തിയാകുന്നു. സാഹിത്യസ്നേഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഡോക്ടർ JKS വിട്ടൂരിന്റെ നേതൃത്വത്തിൽ 1997 കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. സാഹിത്യ കൂട്ടായ്മയുടെ തണലിൽ അനേകം പുസ്തകങ്ങളാണ് രചിക്കപ്പെട്ടത്. പ്രശസ്ത സാഹിത്യകാരൻ ഐസക് ഈപ്പൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റൈറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് JKS വിട്ടൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ലൗലി ഷാജി റിപ്പോർട്ടും സെക്രട്ടറി ശ്യാം തകഴി സ്വാഗതവും പറഞ്ഞു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ രജനീഷ് VR മുഖ്യപ്രഭാഷണം നടത്തി. KP ശശിധരൻ നായർ, അലക്സ് നെടുമുടി, ദേവരാജൻ കല്ലുപറമ്പിൽ, വെട്ടകൽ മജീദ്, ആര്യാട് ഭാർഗവൻ, ദീപു കാട്ടൂർ, രാജു കഞ്ഞിപ്പാടം എന്നിവർ സംസാരിച്ചു. വയലാർ ഗോപാലകൃഷ്ണൻ, പ്രഭാകരൻ നായർ, ബോധിനി, ബൈജു വർഗീസ്, രമണിക്കുട്ടിയമ്മ ടീച്ചർ, ജോസ് കുര്യൻ, PP സുമനൻ എന്നിവർക്ക് ആദരവ് നൽകി. നമ്മുടെ സുമുഹൂർത്തമായി സ്വസ്തി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുണ്ട്. കമലദളത്തിലെ പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ത്രയംബകം വില്ലുടി എന്ന് തുടങ്ങുന്നതാണ്. ആ പാട്ട് ഒരുപക്ഷെ എന്തുകൊണ്ട് കൈതപ്രത്തിനെ ഞാൻ അത്രയും ബഹുമാനം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, കൈതപ്ര ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ചിലതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ അതിനകത്ത് തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, എന്നിട്ട് അടുത്ത വരി എന്ന് പറയുന്നത് വടക്കിനിക്കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയുണ്ടോ എന്നാണ്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇപ്പോൾ ഈ വടക്കിനിക്കോലായിൽ വിഷുവിളക്കറിയാതെ എന്ന് പറയുമ്പോൾ വടക്കിനിക്കോലായിൽ അന്ന് വിഷുവിന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അറിയാതെ എന്ന് വെച്ചാൽ അവർ ആ വെളിച്ചത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഇരുട്ടത്താണ് നിന്നത്. അപ്പൊ കാമുകിയും കാമുകനും വടക്കിനിക്കോലായിലെ വിഷുവിളക്കറിയാതെ ഇരുട്ടത്ത് പോയി നിന്ന് എന്ത് സമ്മാനമായിരിക്കും കൊടുത്തത് അത് നമുക്ക് ഊഹിക്കാം എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയും അതേ തുടർന്ന് ഞാൻ ചോദിച്ചു, സാറേ ഈ തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം ചോദിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ചെറുപ്പത്തില് പുള്ളിക്ക് അനുഭവം ഉണ്ടായിരുന്നു. റീഫില്ലർ തെളിയാത്ത പേന കൊണ്ട് കളിക്കൂട്ടുകാരി കൈവെള്ളയിൽ എഴുതിയതിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ബിംബമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും സാറേ വടക്കിനിക്കോലായിൽ വിഷുവിളക്ക് അറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന കാമുകിയോ കാമുകരോ ഉള്ള ഒരു അവസരത്തിൽ നമുക്ക് കുറച്ചുകൂടെ പ്രേമത്തിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കാമുകന്മാരൊക്കെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുമ്പോഴും ചിലപ്പോൾ കൈ പിടിച്ചിരിക്കും. അപ്പോൾ അവര് ചിലപ്പോൾ കൈവെള്ളയിൽ I എന്നോ L എന്നോ U എന്നോ എഴുതുകയോ അല്ലെങ്കിൽ ഒരു വീട് വരയ്ക്കുകയോ രണ്ട് കുട്ടികളോ വരയ്ക്കുകയോ ഒക്കെ ചെയ്തേക്കാം. അത് അവരുടെ സങ്കല്പനങ്ങളാണ് അല്ലെങ്കിൽ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പത്തിൽ ഇരുന്ന് അവർ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇത് എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ പരസ്പരം നോക്കി ചിരിച്ചിരിക്കാം. അപ്പോൾ അതാണ് തെളിയാത്ത പേനയെങ്കിൽ വിരലായിക്കൂടെ തെളിയാത്ത പേന, അതല്ലേ കൂടുതൽ സ്വീകാര്യമാവുമെന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ആവാം.